നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അത് ജഗന്നാഥന്റെ വണ്ടിയല്ലേ? സാർ അതെ, നമുക്ക് പോവാം. എനിക്കെന്തോ പെട്ടെന്നൊരു പേടി തോന്നുന്നു. വാ പോവാം. ചുമ്മാ അങ്ങനെ പേടിക്കാതെ. അയാള് മറ്റെന്തെങ്കിലും ആവശ്യത്തിനായിട്ട് വന്നതായിരിക്കും. എന്തായാലും നാളെ നമ്മുടെ കല്യാണമല്ലേ, അത് പുള്ളി അറിയിച്ചേക്കാം. എന്തിനാ വെറുതെ പിണങ്ങിയിരിക്കുന്നത്? എല്ലാരോടും സ്നേഹത്തിൽ പോകുന്നൊക്കെ തന്നെയാ നല്ലത്. പക്ഷെ എന്തോ എനിക്ക് ഇയാളെ ഭയങ്കര പേടിയാ. എന്തായാലും ഞാൻ ചെന്ന ആളെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ സർ. ഇവനെന്തിനാ ഇങ്ങോട്ട് വരുന്നേ? ഇനി എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവോ? വരട്ടെ. ഹായ് അങ്കിൾ. ഹായ്. എന്താ? അവിടെ ഇരിക്കായിരുന്നു, അപ്പോഴാ അങ്കിളിനെ കണ്ടത്. ജസ്റ്റ് ഒന്ന് വന്നതാ. എന്നുവെച്ചാ സന്തോഷത്തോടെ സംസാരിക്കാൻ വന്നതാ. സന്തോഷത്തോടെ സംസാരിക്കാൻ വന്നു എന്ന് വെച്ചാൽ? എന്നുവെച്ചാ സന്തോഷത്തോടെ സംസാരിക്കാൻ വന്നു, അത്ര തന്നെ. കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മൾ രണ്ട് കൂട്ടരും തമ്മില് ബഹളവും വഴക്കും ഒക്കെയാണ്. അതിന്റെ കാരണം ആരാന്നുള്ളതൊക്കെ ഇനി സംസാരിക്കണ്ട. അഖിൽ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത്? നാളെ എന്റെ ശ്യാമയുടെ വിവാഹം. അങ്കിൾ അറിഞ്ഞാണല്ലോ, ഒരു താലി കെട്ട് അമ്മയ്ക്ക് വേണ്ടിട്ടാ. നാളെ മുതൽ ഞങ്ങള് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ പോവാ. അപ്പോ എല്ലാ തരത്തിലും പുതിയ ജീവിതം ആകണ്ടേന്ന് കരുതിയിട്ടാ ഇപ്പൊ ഞാൻ അങ്കിളിനോട് സംസാരിക്കാൻ വന്ന. ഞാനും ശ്യാമയുണ്ട്. ദേ അവിടെ ഉണ്ട് ശ്യാമ. ഞാന് ഇവിടെ ഒരാളെ കാണാൻ വേണ്ടിട്ട് വന്ന. അയാള് വരാനായിട്ട് കുറച്ച് വൈകും. എന്തായാലും ആ വൈകല് നന്നായി. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു സന്ദർഭം കിട്ടിയത്. അഖില് പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. പഴയതൊക്കെ നമുക്ക് മറക്കാം. പരിഭവങ്ങളും വഴക്കുകളും ഒക്കെ നമുക്ക് അങ്ങ് ഉപേക്ഷിക്കാം. ശ്യാമയും കൂടി വിളിക്കേ. ശ്യാമ എന്തായാലും നിങ്ങളുടെ സന്തോഷം നിറഞ്ഞ ജീവിതത്തിന് എന്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു അങ്കിൾ. ശ്യാമേ, ഞാൻ അങ്കിളിനോട് സംസാരിക്കായിരുന്നു പഴയ പരിഭവങ്ങളൊക്കെ മറക്കണമെന്ന്. പഴയ പരിഭവങ്ങൾ മറക്കാമെന്ന് ഇനി പറയണ്ട, നമ്മൾ മറന്നു കഴിഞ്ഞു. സന്തോഷത്തോടും സമാധാനത്തോടും കൂടി നിങ്ങൾ ദീർഘനാൾ കഴിയുക. സത്യത്തിൽ ഇത് മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു സമ്മാനം കരുതുമായിരുന്നു കേട്ടോ. സാറിന്റെ നല്ല വാക്കുകൾ തന്നെയാ ഏറ്റവും വലിയ സമ്മാനം. എന്നാലും പ്രതീക്ഷിക്കാത്ത ഒരു സമ്മാനം തരാൻ ഞാൻ ശ്രമിക്കാം. ഒരു നല്ല സമ്മാനം തന്നെയായിരിക്കും. ഓക്കെ അങ്കിൾ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. നിങ്ങള് ശിവമലയിലെ ശ്രീകൃഷ്ണന്റെ അമ്പലത്തിലേക്കാ പോകുന്നത് അല്ലേ? അല്ല, അത് അങ്കിളിന് എങ്ങനെ മനസ്സിലായി? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.